ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ജസ്റ്റ് ഒരു ഡേ ഔട്ട് വ്ളോഗാണ്. ഇപ്പോൾ ഇവിടെ സമ്മറൊക്കെ ആയതുകൊണ്ട് നല്ല ലൈറ്റ് ഉണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്ത് എനിക്ക് കുറച്ച് സംഭവങ്ങൾ മേടിക്കാനായിട്ടുണ്ട്. അപ്പം അത് ഞാൻ വേറൊരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷോപ്പിംഗ് ആണ്. അപ്പം ഹോബി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കൊണ്ടുപോകാമെന്ന്. ആൻഡ് ഓൾസോ പോകുന്ന വഴിക്ക് എനിക്ക് ലഞ്ച് കഴിക്കണം. ഇപ്പോൾ ഇവിടെ 4 o'clock ആയിട്ടുണ്ട്. ഞാൻ ലഞ്ച് ഇതുവരെ കഴിച്ചിട്ടില്ല. അപ്പം എനിക്ക് ആദ്യമേ പോയിട്ടൊരു ലഞ്ച് കഴിക്കണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങളെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ എല്ലാവരും ഞാൻ ഫുൾ ഔട്ട്ഫിറ്റ് കാണിച്ചില്ല എന്ന് പറഞ്ഞൊരു കംപ്ലയിൻറ്റ് പറഞ്ഞു. അപ്പം ഞാൻ വെച്ചു ജസ്റ്റ് ഇന്ന് ഞാൻ ഇടുന്ന ദിവസത്തെ ഔട്ട്ഫിറ്റ്സൊക്കെ ഒന്ന് പുറത്ത് പോകുമ്പോൾ ഇങ്ങനെ വ്ളോഗ് എടുക്കുമ്പോൾ കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയേ ഉള്ളൂ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഫസ്റ്റ് പോകാൻ പോകുന്നത് ഞാൻ വിചാരിച്ചു ലഞ്ച് ബർഗർ കിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് ഇവിടെ UK-ൽ. അപ്പം അവിടെ പോയി കഴിക്കാമെന്ന് വിചാരിച്ചു. കുറേ നാളായി, എനിക്കൊന്ന് ആഫ്റ്റർ ഒരു 2 years കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ബർഗർ കിങ് കഴിക്കാൻ പോകുന്നത്. ഞാനിവിടെ സ്റ്റുഡൻ്റായിട്ട് വന്ന സമയത്ത് ഞാൻ ബർഗർ കിങ്ങിലായിരുന്നു ഫസ്റ്റ് ക്രൂ മെമ്പറായിട്ട് എൻ്റെ പാർട്ട് ടൈം ജോബിന് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കതുകൊണ്ട് ആ സമയത്ത് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് മീലൊക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ ആ സമയത്ത് കഴിച്ച് മടുത്തൊരു സംഭവമാണ് ബർഗർ കിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ കഴിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് എനിക്ക് ഞാനിങ്ങനെ എന്ത് കഴിക്കുമെന്ന് ഇങ്ങനെ ആലോചിച്ചപ്പോൾ പെട്ടെന്ന് എൻ്റെ മൈൻഡിലേക്ക് വന്നത് ബർഗർ കിങ് ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് എന്നാൽ പോയിട്ടൊരു ബർഗർ കിങ്ങിലെ ഒരു സ്റ്റീക്ക് ഹൗസ് ക്രിസ്പി ചിക്കൻ ബർഗർ എൻ്റെ ഫേവറേറ്റ് ആണ്. അപ്പോൾ അത് കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഒരു രക്ഷയില്ലാത്ത വെയിലാണ്. സൺഗ്ലാസസ് ഇല്ലാതെ നമുക്കിവിടെ പുറത്തിറങ്ങാനേ പറ്റത്തില്ല, അതുപോലെ വെയിലാണ്. UK-ൽ നമ്മൾ വിൻ്റർ ടൈമിൽ അയ്യോ ഒന്ന് സമ്മർ ആവണേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. പക്ഷേ സമ്മറായി കഴിയുമ്പോൾ ഭയങ്കര നമുക്ക് ഈ വെയിൽ കാരണം നമുക്ക് നേരെ നോക്കാൻ പറ്റത്തില്ല, അങ്ങനത്തെ അവസ്ഥയാണ്. ഞാനിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഗ്ലാസ്റ്റർ കേവ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്താണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഉള്ളത് ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിലാണ്. എനിക്ക് ഭയങ്കര എന്താ പറയുക ഇഷ്ടമുള്ളൊരു പ്ലേസാണ് ഇവിടെ. എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. ഞാൻ ആക്ച്വലി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ലഞ്ച് എന്ന് പറയാൻ പറ്റുമെന്ന് അറിയത്തില്ല, ഇപ്പം ടൈം ഒരുപാടായിട്ടുണ്ട്, വൈകുന്നേരമായി. അപ്പോൾ ബർഗർ കിങ്ങിൽ ബർഗർ കിങ് ഇവിടെ I thought someone called me in between. ബർഗർ കിങ് ഇവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇതാണ് ബർഗർ കിങ്. പക്ഷെ ഞാനിവിടെ അല്ല വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, വേറൊരു ബ്രാഞ്ചിലാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ ഹോബി ക്രാഫ്റ്റ്. അതാണ് ഹോബി ക്രാഫ്റ്റ്. പക്ഷേ ഇൻ ബിറ്റ്വീൻ ജെയ് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ പ്ലാൻ ചേഞ്ച് ആയതുകൊണ്ട് ജെയും കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആദ്യം ഹോബി ക്രാഫ്റ്റിൽ കയറാമെന്ന് വിചാരിച്ചു, എന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അവൻ വരാൻ കുറച്ച് ടൈം എടുക്കും. അപ്പം നമുക്കതുവരെ ഹോബി ക്രാഫ്റ്റിൽ കയറിയിട്ട് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. കം ഓൺ.
ക്ലോത്ത് വാങ്ങാൻ വന്നതാണ്. എനിക്ക് ഈ ഫ്ലവർ വേസ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ലെങ്കിൽ ഞാനിങ്ങനെയാണ്, ഒരു സാധനം വാങ്ങാൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കൂടെ വേറെ വാങ്ങാതെ പോയില്ല. എന്തായാലും കൊള്ളാം, വർത്ത് ദ പ്രൈസ് ആണ് ആക്ച്വലി. പിന്നെ കുറച്ച് സ്റ്റുഡൻറ്റ് ഡിസ്കൗണ്ടും കിട്ടി, അപ്പം ഞാനങ്ങ് വാങ്ങി. നമ്മളവിടെ പോയതാ ഇതിനു മുമ്പ്. അടിപൊളി വ്യൂ സ്പോയിൽ ചെയ്ത്, ഫ്രെയിമിൽ വന്ന് സ്പോയിൽ ചെയ്ത്. നിന്റെ ഫേവറേറ്റ് ഷിപ്പല്ലേ അത്? സുല. അതെ, ഞാൻ ചെറുതായി ഒന്ന് സ്കേറ്റ് ചെയ്ത് ഈ കുളത്തിൽ സ്കേറ്റിംഗ് ബോർഡ് താന്നു. ഇവിടെ എവിടെയോ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സ്കേറ്റ് ചെയ്ത് വന്ന് ഇവിടെ ആയപ്പോഴത്തേക്ക് ഇവൻ പിടിച്ച്, അല്ലാന്നെങ്കിൽ ഞാനും പോയേനെ സ്കേറ്റിംഗ് ബോർഡുമായിട്ട്. എന്താ അല്ലേ,
സോ അപ്പോൾ ഇന്നത്തെ ജസ്റ്റ് ഒരു കുട്ടി വ്ളോഗായിരുന്നു. എല്ലാവർക്കും ഈ ചെറിയ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സോ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.